ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട്? പുതുവർഷമായിട്ട് നിങ്ങൾ പുതിയ റെസൊല്യൂഷനൊക്കെ എടുത്തോ? എങ്ങനെയൊക്കെയുണ്ട് പ്രിപ്പറേഷൻസ്? പിന്നെ ഇന്ന് കുറേ PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് യോജ്യമായിട്ടുള്ളതെല്ലാം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് ഈ ഒരു വർഷം നല്ലതാക്കാനായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ചൂസ് ചെയ്ത് പോകുന്നത് ഇന്ന് മുതൽ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് എടുക്കില്ല എന്നൊന്നുമില്ല. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കവർ ചെയ്യും കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്തായാലും കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 വരുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്റർ, ജനങ്ങൾ ജനങ്ങളാൽ എന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇന്ന് ഈ ചാപ്റ്റർ ആണെന്നുള്ളത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരുത്തിയിട്ട് ക്ലാസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് ക്ലാസ്സിൻ്റെ മറ്റ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ജനങ്ങൾ ജനങ്ങളാൽ. നമ്മുടെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പൗരബോധം, സാമൂഹീകരണം, സാമൂഹ്യ നീതി എന്നിവയൊക്കെ പ്രധാന തീമുകളാക്കിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു പത്രവാർത്തയാണ്. ചൂടേറിയ വികസന ചർച്ച, നവ്യാനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു പത്രവാർത്തയാണ്. എന്താണ്? മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. ഇതായിരുന്നു പത്രവാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്? ഒന്നാമതായിട്ട് നടപ്പാത പണിയുക എന്ന് പറഞ്ഞു. നടപ്പാത പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ട് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളാണ്. പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു പ്രദേശത്തെ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വരുന്ന പ്രധാന ചർച്ചകൾ, അതുപോലെ തീരുമാനങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചായത്ത് ഇടപെട്ടു, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി. സമ്പൂർണ്ണ വൈദ്യുതി വൽക്കരണം പ്രഖ്യാപനം ഉടൻ. റോഡരികിൽ മാലിന്യ പ്രശ്നം, CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പൊ ഇത്തരത്തിലാണ് ഇവിടെ നൽകിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വികസന പാതയിലേക്കുള്ള ആവശ്യങ്ങളും ചർച്ചകളും അവയുടെ തീരുമാനങ്ങളുമാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നു. ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന്
പറയുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ നഗരപ്രദേശങ്ങളിൽ വരുന്ന മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന ഈ വാർത്തകളിൽ നിന്നുമൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ വഴിയാണ് നാട് നേരിടുന്ന പ്രശ്നങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉയരുന്ന ആവശ്യങ്ങൾക്ക് മുൻഗണനാക്രമം അനുസരിച്ച് ആ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് അവ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം ലഭിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ജനാധിപത്യം എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ജനാധിപത്യത്തെ പറ്റി വളരെ പ്രസിദ്ധരായ 2 വ്യക്തികൾ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഒന്നാമതായിട്ട്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് ആര് പറഞ്ഞു? എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്യമാണ് ഇവിടെ: ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം എന്തെന്നാൽ അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ജനാധിപത്യത്തിന്റെ വേരുകൾ എങ്ങനെയാണ്? ജനാധിപത്യത്തിന്റെ വേരുകൾ തേടിയാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ ഈ ഒരു മാപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ യൂറോപ്പിന്റെ രൂപരേഖയാണ് ഈ നൽകിയിട്ടുള്ളത്. അത് യൂറോപ്പിന്റെ മാപ്പാണ് ഇവിടെ എൻലാർജ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വേൾഡ് മാപ്പാണ്. വേൾഡ് മാപ്പിലെ യൂറോപ്പ് ഈ ഒരു ഭാഗത്ത് വരുന്നു. അവിടെ നിന്ന് യൂറോപ്പിന്റെ ഈ ഒരു ഭാഗം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് എ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഗ്രീസ് ആണ്. ഗ്രീസ്, ഏതൻസ് അല്ലെങ്കിൽ ഗ്രീസ് ആണ് ഈ ഒരു കളർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബി എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏതാണ്? യുണൈറ്റഡ് കിങ്ഡവും വടക്കൻ അയർലൻഡും ഇംഗ്ലണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗം ഇത് മുഴുവനായിട്ട് യൂറോപ്പിനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാപ്പിൽ നിന്ന് എ ഭാഗം എന്താണ്? ഗ്രീസ് ആണ്. ഏതാണ് എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഗ്രീസ് ആണ്. ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ട് ആണ്. ഓക്കെ, അപ്പോ ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ഉദ്ഭവവുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താണ്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ്? ഇംഗ്ലണ്ട്. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ 2 സ്ഥലം ഇവിടെ മാപ്പിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഒന്നാമത് പുരാതന ഗ്രീസിലെ ഏതൻസ്, ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഏതൻസിലാണ്. ഇവിടെ ഇന്ന് കാണപ്പെടുന്ന വിധത്തിലുള്ള ഒരു രീതിയല്ല ഉണ്ടായിരുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിലൊരു ആശയം, ജനാധിപത്യം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഏതൻസ് ആണ്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം വരുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പൊ ആ 2 രാജ്യങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു പദം, ജനാധിപത്യം എന്ന പദം, പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് ജനങ്ങൾ എന്നർത്ഥം, അതുപോലെ ക്രാറ്റോസ് അധികാരം എന്ന അർത്ഥം. ഡെമോസ്
ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ജനങ്ങൾ, അധികാരം, ഡെമോക്രസി എന്ന വാക്ക് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ജനാധിപത്യത്തിലേക്ക് കൂടുതൽ കടക്കാം. എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ആ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഗ്രാമസഭകൾ നഗരങ്ങളിലേക്ക് വരുമ്പോൾ വാർഡ് സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ഗ്രാമസഭ എന്ന് പറയുന്നത്? ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനം കൂടിയാണ് ഈ പറഞ്ഞ ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു വാർഡിലെ മുഴുവൻ സമ്മതിദായകരും, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വാർഡിലെ മുഴുവൻ സമ്മതിദായകരും ആ വാർഡിന്റെ അതാത് വാർഡിന്റെ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ യോഗം ചേരണം. വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറാണ് ഈ ഗ്രാമസഭ വിളിച്ച് കൂട്ടുന്നത്. അപ്പൊ ഇതാണ് ഗ്രാമസഭയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഗ്രാമസഭ കൂടുന്നതിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾ അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് മറുപടി നൽകുന്നതായിട്ട് ഒരു പിക്ചർ നമുക്കിവിടെ കാണാനായി സാധിക്കും. ഞങ്ങളുടെ കവലക്കൽ വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണം. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. അങ്ങനെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുവാനും അവസരം ലഭിക്കുന്നുണ്ട്. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനാകും. അതുപോലെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനുമുള്ള അവസരം ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഇവിടെ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാവുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയെ നമ്മൾ പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയെ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാക്കുന്നത്. അത്തരത്തിൽ സാധ്യമാകുന്നത് ജനാധിപത്യം പ്രത്യക്ഷ രീതിയിൽ പങ്കാളിത്ത ജനാധിപത്യ രീതിയിൽ ജനാധിപത്യം സാധ്യമാക്കണമെങ്കിൽ താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും ഒക്കെ കുറഞ്ഞ പ്രദേശങ്ങൾ ആയിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നിയമസഭയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഒരു മെമ്പർ പറയാണ്, എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. ഇവിടെ ജനങ്ങൾ നേരിട്ടാണോ പങ്കാളികളാവുന്നത്? ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്നത് പോലെ ഇവിടെ സാധ്യമാണോ? ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ ഇവിടെ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ ഒരു പ്രതിനിധിയാണ് നമുക്ക് വേണ്ടി ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യമാണോ നടക്കുന്നത്? അല്ല, ഇവിടെ എന്താണ്? പരോക്ഷ ജനാധിപത്യം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു പ്രതിനിധിയുണ്ട്. പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ കേരള നിയമസഭയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കേരള നിയമസഭ, കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. ഇതാണ് കേരള നിയമസഭ. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. എവിടെയാണ്? തിരുവനന്തപുരമാണ് കേരള നിയമസഭയുടെ ആസ്ഥാനം വരുന്നത്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിച്ച
ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നായിരുന്നു. 1957 ഏപ്രിൽ 27-നായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായി. 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ, ഇവയെല്ലാം തന്നെ കേരള നിയമസഭയുടെ വഴികാട്ടികളായി മാറി എന്നാണ് പറയുന്നത്. കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം എന്നാണ്? 1957 ഏപ്രിൽ 27-നായിരുന്നു. അതിനാൽ തന്നെ ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിച്ചു വരുന്നു. നിയമസഭാ ദിനം ഏപ്രിൽ 27 അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്താണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയെ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു. അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു. നമ്മുടെ ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും ഒക്കെ കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പറഞ്ഞു, താരതമ്യേന ജനസംഖ്യ കുറവാം, അതുപോലെ തന്നെ ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരത്തിലുള്ള പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം, ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനൊക്കെ കഴിയുന്നത്. നമ്മുടെ ഇന്ത്യയെ പോലെ ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ അധികമായിട്ടുള്ള നമ്മുടെ രാജ്യത്തൊക്കെ ഇത്തരത്തിലൊരു നിയമ സംവിധാനം മാത്രമാണ് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത്. പരോക്ഷ ജനാധിപത്യമാണ് ഇവിടെ സാധ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്, താരതമ്യ പഠനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നൽകിയിട്ടുണ്ട്. എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം? നമ്മൾ പറഞ്ഞതുപോലെ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് സാധ്യമായിട്ടുള്ളത്. രണ്ടാമത് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? പരോക്ഷ ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യം കൂടുതൽ സുതാര്യമാണ്, അതുപോലെ ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെ പരോക്ഷ ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ നിയമങ്ങളും നയങ്ങളും ഒക്കെ രൂപീകരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുത്താണ് വിടുന്നത്. ഇവിടെ എന്താണ്? ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിലാണ് കൂടുതലായും സാധ്യമാകുന്നത് പരോക്ഷ ജനാധിപത്യം. പിന്നെ ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരൻ പോലും ഇല്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിലാണ്. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിലേക്ക് വരുമ്പോഴെങ്ങനെയാണ്? നിയമങ്ങളും നയങ്ങളും മറ്റു സർക്കാർ കാര്യങ്ങളും എല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഈ പ്രതിനിധിയാണല്ലോ. നമുക്ക് പൗരന്മാർക്ക് നേരിട്ട് ഇടപെടുന്നതിനായിട്ട് സാധ്യമല്ല പരോക്ഷ ജനാധിപത്യത്തിൽ. ഇത്തരത്തിലാണ് ഇവിടെ ഒരു താരതമ്യ പഠനം വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചെറിയ കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണെന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. അവ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിലെ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കതിനെ ഒന്നും കൂടി പറയാം. പ്രത്യക്ഷ ജനാധിപത്യ രാജ്യം ഇപ്പോൾ നിലവിലുള്ളത് ഏതൊക്കെയാണ്? ഉദാഹരണമായിട്ട് സ്വിറ്റ്സർലൻഡ്, ഉറുഗ്വേ പോലെയുള്ള രാജ്യങ്ങൾ പറയാം. പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ഒന്നാമത് നമ്മുടെ ഇന്ത്യ പറയാം. രണ്ടാമത് നമുക്ക് ജർമ്മനി, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭരണങ്ങളാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലായി. ഇനി എന്താണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ? ഒന്നാമതായിട്ട് നമുക്ക് പറയാം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്.
ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ട്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ് നീതിന്യായ വ്യവസ്ഥ. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ട്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്തുന്നതിനായി സഹായിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ നിലവിലുണ്ട്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. സ്വതന്ത്രമാണ്, നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. പിന്നീട് ഇതിനെല്ലാം ഉപരിയായി നമുക്ക് പറയാവുന്നതാണ്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം ഉള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പരമമായ അധികാരം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ളതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ. ജനാധിപത്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ഈ സവിശേഷതകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ മനസ്സിലാക്കാം, എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയുണ്ട്, സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട്, നിഷ്പക്ഷവും സ്വതന്ത്രവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്, വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രതിപക്ഷമുണ്ട്, സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പും നിലവിലുണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജനാധിപത്യത്തിനെ സംബന്ധിച്ച്. അപ്പൊ എന്താണ് തിരഞ്ഞെടുപ്പ്? തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ്? നമുക്കിവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് പരിചിതമായിട്ടുള്ളവയാണ് ഇവ. എങ്ങനെയാണ് അപ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പ്? ആർക്കൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ അതിനായി നമുക്ക് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നൊരാശയം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ചില നിബന്ധനകൾ, ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ്? യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നു. ഈ ഒരു വോട്ടവകാശത്തിന്റെ പ്രായം എത്രയാണ്? 18 വയസ്സാണ്. എന്നാൽ നേരത്തെ അങ്ങനെയായിരുന്നു? അല്ല. 1989 വരെ ഇന്ത്യയുടെ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്ന പ്രായം, നിശ്ചയിച്ചിട്ടുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോഴത് 18 വയസ്സാണ്. ആർട്ടിക്കിളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ചെറിയ ക്ലാസ് ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്. സിമ്പിൾ ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദമായി തന്നെ പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ്. എന്താണ്? യാതൊരു വിവേചനവുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നു. 1989 വരെ ഇന്ത്യയുടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോഴത് 18 വയസ്സായി കുറച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. സ്കൂൾ പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ മാതൃകയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, വോട്ടെടുപ്പ് തീയതി, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, സ്കൂൾ പാർലമെന്റിന്റെ ആദ്യ യോഗം. ഇത്തരത്തിൽ അതിനൊരു കൃത്യമായ ക്രമം ഉണ്ട്. അതൊരു സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പും വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളും ഇതുപോലെ തന്നെ കൃത്യമായ ഒരു ക്രമത്തിലൂടെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമതായിട്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രണ്ടാമത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. മൂന്നാമതായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. നാലാമത് പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അഞ്ചാമതായിട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ആറാമത്തേത്. വോട്ടെടുപ്പ് ഏഴാമതും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എട്ടാമതായിട്ടും വരുന്നത്. ഇങ്ങനെ നമ്പർ ഒന്നുമില്ല, നമ്മൾ ആ ഒരു ക്രമത്തിനൊരു നമ്പർ ഇട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് എന്തിനാണ് നടത്തുന്നത്? തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകത എന്താണ്? തിരഞ്ഞെടുപ്പ് എന്തിനാണ് നടത്തുന്നത്? തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകത എന്താണ്?
ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തു പറയുന്നു? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പിന് ചില പ്രധാനപ്പെട്ട ധർമ്മങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് എന്തിന് എന്നുള്ളതിന് ഉത്തരമാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തിനാണ്? ഒന്നാമതായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനും സർക്കാരുകൾ രൂപീകരിക്കുന്നതിനും ഈ തിരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അപ്പോൾ എന്തിനാണ്? ഗവൺമെന്റ് രൂപീകരിക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ ധർമ്മം. തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനും സർക്കാരുകൾ രൂപീകരിക്കുന്നതിനും ഗവൺമെന്റിന്റെ രൂപീകരണത്തിന്. രണ്ടാമത് എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നു. ഇവിടെ ജാതി, മത, ലിംഗ, പ്രാദേശിക, ഭാഷ ഇവയൊന്നും തന്നെ വിഷയമാകുന്നില്ല. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവും അവിടെ ഉദിക്കുന്നില്ല. ജാതി, മത, ലിംഗ, പ്രാദേശിക, ഭാഷാഭേദമന്യേ എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കും എന്നതിന് തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രാതിനിധ്യം ലഭിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. മൂന്നാമത്തെ ധർമ്മം ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ഭരണാധികാരികളെ വളർത്തിയെടുക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പുതിയ തലമുറയെ രാഷ്ട്രീയ പ്രക്രിയകളിൽ പങ്കാളികളാക്കുന്നതിലും അവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നതിലും തിരഞ്ഞെടുപ്പുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു ധർമ്മമായി പറയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. ജനാധിപത്യത്തിന്റെ 3 ഉപാധികളിൽ പ്രധാനപ്പെട്ടതാണ് സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യവും ഇടവേളകളിലുള്ളതുമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അഞ്ചാമതായിട്ട് നമുക്ക് പറയാം വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു എന്നുള്ളത്. ജനങ്ങളെ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലൂടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിൽ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് നിർവഹിക്കുന്നത്. ജനങ്ങൾക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിദ്യാഭ്യാസം നൽകുന്നത് പ്രധാനമായും തിരഞ്ഞെടുപ്പിലൂടെയാണ്. ജനങ്ങൾക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് അപ്പോൾ നമ്മൾ പറഞ്ഞത് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ? ഗവൺമെന്റ് രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്താണ് എന്നും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ് എന്നും തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പിന് മുൻകൈ എടുത്ത് നടത്തുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള, ശ്രദ്ധിക്കുക, സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്, സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതെല്ലാം PYQ ആണ് കേട്ടോ. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ഇവിടെ എല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. പിന്നീട് നമുക്ക് ഈ ലെയേഴ്സ് ഒക്കെ ഫില്ല് ചെയ്യാം. ഓക്കെ, ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതക്രമമായി മാറുന്ന ചില സന്ദർഭങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് കുടുംബത്തിൽ എങ്ങനെയാണ്? ഇവിടെ കുറച്ച് സംഭാഷണ ശകലങ്ങൾ നൽകിയിട്ടുണ്ട്. അച്ഛനും അമ്മയും അതുപോലെ മക്കളും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ടേബിൾ നമുക്ക് കാണാം. ഇവിടുത്തെ സംഭാഷണം എങ്ങനെയാണ്? ഈ ക്രിസ്മസ് അവധിക്ക് നമുക്കൊരു യാത്ര പോയാലോ? കുട്ടി ചോദിക്കുകയാണ്. പോകാമല്ലോ. എവിടെ പോകാം? അച്ഛൻ്റെ മറുപടിയാണ്. നമുക്ക് എറണാകുളത്ത് പോയാലോ? അമ്മ ചോദിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് മൂന്നാറിൽ പോയാൽ മതിയെന്ന് കുട്ടിയും പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കാണാം,
എനിക്കും മൂന്നാറിൽ പോകാനാണ് ഇഷ്ടം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനും റെഡി എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതെ, അത് മതി, അവിടെ ധാരാളം കാണാനുണ്ട്. അതെ, നമുക്ക് പോകാം. അപ്പൊ അവിടെ ഒരു തീരുമാനത്തിലെത്തി. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ആ ഒരു തീരുമാനത്തിന്റെ ഭാഗവാക്കായി മാറുകയാണ്. അപ്പൊ ഇവിടെ കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമായി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അത് ജനാധിപത്യം വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്ലാസ് റൂം കാണാനായി സാധിക്കും. ഒരു അധ്യാപികയും വിദ്യാർത്ഥികളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അധ്യാപിക ചോദിക്കുകയാണ്, കുട്ടികളെ ഇത്തവണത്തെ പഠനയാത്രയ്ക്ക് സമയമായിരിക്കുന്നു, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ കുട്ടികൾ ഒരുപാട് ആശയങ്ങൾ പറയുന്നു. വാട്ടർ തീം പാർക്ക്, മ്യൂസിയം, തേക്കടി, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ടീച്ചർ തിരിച്ചു പറയാണ്, ശരി, അങ്ങനെയെങ്കിൽ ഈ സ്ഥലങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു യാത്ര സംഘടിപ്പിക്കാം. ഓക്കെ, ഞങ്ങൾ റെഡിയെന്ന് കുട്ടികളും പറഞ്ഞു. അപ്പോൾ ഇവിടെയും ഇത്തരത്തിൽ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ സംവിധാന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് ജനാധിപത്യം വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. കുട്ടികളുടെ അഭിപ്രായവും താല്പര്യവും പരിഗണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് അവസര സമത്വം നൽകുന്നുണ്ട്, തുല്യതയും ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാലയത്തിലും ജനാധിപത്യം ഉറപ്പുവരുത്തുന്നു എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഇനി പൊതു ഇടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ നമ്മുടെ വീട്ടിലെയും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലെയും ഒക്കെ ജനാധിപത്യ ക്രമം അല്ലെങ്കിൽ ജനാധിപത്യം ഉറപ്പാക്കുന്ന വിധം നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇവിടെ പിക്ചർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ എല്ലാവർക്കും അവസര സമത്വം നൽകുന്നു, തുല്യത ഉറപ്പുവരുത്തുന്നു, അങ്ങനെ വിദ്യാലയങ്ങളിൽ ഉറപ്പ് നൽകുന്നു. ആശയങ്ങളിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും തുല്യത ഉറപ്പുവരുത്തി വീടുകളിലും ജനാധിപത്യം ഉറപ്പാക്കുമ്പോൾ അത് പൊതു ഇടങ്ങളിലും സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ജനാധിപത്യം പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പിക്ചർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ പബ്ലിക് പ്ലേസിൽ നമ്മൾ പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട്, ചില രീതികളുണ്ട്, ചില മര്യാദകളുണ്ട്. അപ്പൊ അവയെല്ലാം പാലിക്കുമ്പോഴാണ് ജനാധിപത്യം സാധ്യമാകുന്നത്. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായിട്ടുള്ളവയാണ്. ഇവിടെ ബസ്സിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റുള്ളവർക്ക് അതെല്ലാം അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത്. മാന്യമായ രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജന രീതികളൊക്കെ ആവിഷ്കരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പൊതു ഇടങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി മാനിക്കേണ്ടതുണ്ട് പൊതു ഇടങ്ങളിൽ, അതുപോലെ പൊതു നിയമങ്ങളെല്ലാം അനുസരിക്കണം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യം ഇത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു അടിസ്ഥാനമാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനും അപ്പുറം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കണ്ടതുപോലെ വീടുകളിലും വിദ്യാലയങ്ങളിലും പൊതുസമൂഹത്തിലുമെല്ലാം തന്നെ ജനാധിപത്യത്തിന്റെ ഒരു പ്രാധാന്യം വ്യക്തമാണ് നമുക്ക്. ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനും അപ്പുറം ജീവിതത്തിന്റെ എല്ലാ തലത്തിലും ജനാധിപത്യം പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതകളാണ്. ഇതുകൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെതായ സവിശേഷതകൾ ഒത്തുചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ജനാധിപത്യം നമുക്ക് അർത്ഥപൂർണമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ജനാധിപത്യത്തിലേക്കുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നവയാണ്. എങ്കിൽ കൂടിയും PYQ ആയി ചോദിച്ച കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിസ്സാരമായി കാണാതെ, ചെറിയ ചാപ്റ്ററാണ്, നിസ്സാരമായി കാണേണ്ട കാര്യമില്ല. നമ്മൾ ഇവയെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളവയാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ശ്രദ്ധിച്ചു തന്നെ പഠിക്കുക.
റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ വരുമ്പോൾ ഇവ തന്നെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും മനസ്സിലാക്കി വെച്ചാൽ പിന്നീടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.